എന്താണ് വിശുദ്ധ സ്ഥലം? എന്തുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ വിശുദ്ധ സ്ഥലം. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സമയത്തെക്കുറിച്ചും വിശുദ്ധ സ്ഥലത്തെക്കുറിച്ചുമായിരുന്നല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. വിശുദ്ധ സമയമെന്ന് പറയുന്നത് ഈശോയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. വേറൊരു രീതി പറഞ്ഞാൽ ഈശോയുടെ സമയവും നമ്മുടെ സമയവും ഒന്നായി തീരുകയാണ് ആരാധനയിൽ. അതുപോലെ തന്നെയാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ഈശോയുടെ സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലായെങ്കിൽ ഈശോയുടെ സ്ഥലവും നമ്മുടെ സ്ഥലവും ഒന്നായി തീരുകയാണ്. നമ്മൾ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എന്താണ് വിശുദ്ധ സ്ഥലം? ആരാധനയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ പള്ളിയും പള്ളിക്കകത്തുള്ള കാര്യങ്ങളെയുമാണ് നമ്മൾ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ വിശുദ്ധ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നത്? സെമിനാരി പഠിച്ചപ്പോൾ ഒരു പ്രൊഫസർ അച്ഛൻ ചോദിച്ചൊരു ചോദ്യം ഓർക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന തീർത്ഥാടനം ഏതാണ്? നമുക്ക് പല ഉത്തരങ്ങളുണ്ടാകും, അവിടെ പോകണം ഇവിടെ പോകണമെന്നൊക്കെ. എന്നിട്ട് ഇതിൻ്റെ എല്ലാ അവസാനം അദ്ദേഹം പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം എന്ന് പറയുന്നത് നീ നിൻ്റെ ഭവനത്തിൽ നിന്നിറങ്ങി നിൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ തീർത്ഥാടനം. അതെ, നമ്മുടെ പള്ളിയിലേക്ക് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം. കാരണം അതാണ് ഏറ്റവും വലിയ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പള്ളിയെക്കുറിച്ചും പള്ളിയുടെ ഘടനയെക്കുറിച്ചും ആ പള്ളിയുടെ ഘടനയിലുള്ള ഓരോ അർത്ഥത്തെക്കുറിച്ചും നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. നമ്മുടെ പള്ളിയുടെ ആ കെട്ടിടത്തിന് പുറത്ത് തന്നെ നമ്മളൊരു വിശുദ്ധമായ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മതിലുണ്ട്, അല്ലേ? പഴയ പള്ളികൾക്കൊക്കെ, പുരാതനമായ പള്ളികൾക്കൊക്കെ ആ ചുറ്റുമതിലിൽ വിളക്കുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിളക്കുകൾ കത്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഈ മതിലിന് ഇപ്പുറത്തുള്ള സ്ഥലം, അകത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ സ്ഥലമാണ്, ദൈവത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് പള്ളിക്കകം മാത്രമല്ല, പള്ളിക്ക് ചുറ്റും പള്ളിമുറ്റവുമൊക്കെ വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ പള്ളിയുടെ മതിലും ഒക്കെ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെയാണ് പള്ളിമുറ്റത്ത് ഒരു കൽക്കുരിശുണ്ട്. ആ കൽക്കുരിശൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സ്ഥലത്തിലേക്ക് നാം എല്ലാം പ്രവേശിക്കുന്നു എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേവാലയ പരിസരം ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടം തന്നെയാണ് എന്ന പൂർണ്ണ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം.